കഴിഞ്ഞ തവണ ഛത്തീസ്ഗഡിൽ നേടിയിരിക്കുന്ന സീറ്റിനേക്കാൾ കൂടുതൽ നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം ഛത്തീസ്ഗഡിൽ 5 സീറ്റുകൾ, മധ്യപ്രദേശിൽ 7 സീറ്റുകൾ. എത്രയാണ് MP നികേഷ് കുമാറിന്റെ ടേക്ക്? ഞാൻ ഛത്തീസ്ഗഡ് മാത്രം എടുത്താൽ നമുക്കറിയാവുന്നതുപോലെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 46.3% വോട്ട് കിട്ടിയപ്പോൾ കോൺഗ്രസിന് 42.2% വോട്ടുകൾ. ഏതാനും ചില ലക്ഷങ്ങളുടെ വ്യത്യാസത്തിലാണ് BJP അധികാരം പിടിച്ചിട്ടുള്ളത്. പക്ഷേ ഛത്തീസ്ഗഡ് 100%വും കോൺഗ്രസ് ജയിക്കും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ BJP ഛത്തീസ്ഗഡ് തിരികെ പിടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയതിന് ശേഷമാണ്. എന്നിട്ടാണ് 3 സീറ്റുകൾ മാത്രം കിട്ടിയത്. ഏതാണ്ട് 2019 കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് 13 സീറ്റുകളോ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസിന് കിട്ടുമെന്നായിരുന്നു. പക്ഷേ വെറും 3 സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത്തവണ 3 സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ ആകെ 1 സീറ്റ് മാത്രമേ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്. ഛത്തീസ്ഗഡിൽ 2 സീറ്റല്ലേ ഉള്ളൂ കോൺഗ്രസ്. കോൺഗ്രസ് ആകെ 3 സീറ്റ് ഉണ്ട്. 2 ആണോ? 1 സീറ്റ് മാത്രമേ ഞാൻ കാണൂ. ഇപ്പോൾ 1 സീറ്റ്, അപ്പം 10 സീറ്റുകളും BJPക്ക്. ഓക്കെ, മധ്യപ്രദേശും നമ്മൾ ഇതിനോടൊപ്പം കാണുന്നുണ്ട് എങ്കിൽ മധ്യപ്രദേശ് ഒരു അടുത്ത ഗുജറാത്ത് ആകുന്നു എന്നുള്ളതാണ് പ്രവചനം. അവിടെ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവചനം 7 സീറ്റാണോ? 7 സീറ്റ് വരെ കിട്ടാം എന്നുള്ളതാണ് ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവചനമെങ്കിൽ മധ്യപ്രദേശിലും വ്യത്യസ്തമായിരിക്കില്ല സ്ഥിതി എന്നാണ് ഞാൻ കരുതുന്നത്. 1 സീറ്റ് എന്ന നിലയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മധ്യപ്രദേശിലും 1 സീറ്റ്, ഛത്തീസ്ഗഡിലും 1 സീറ്റ് എന്നതാണ്. അല്ല, മധ്യപ്രദേശിലെ BJPയുടെ 2019 വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് 58%. കോൺഗ്രസിൻ്റെ ആണെങ്കിൽ 34.73%. അപ്പോൾ ഹ്യൂജ് ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ കോൺഗ്രസും BJPയും തമ്മിൽ മധ്യപ്രദേശിലുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അവിടെ നികേഷ് കുമാർ പറഞ്ഞ പോലെ മാക്സിമം 1 സീറ്റ് എന്നുള്ള നിലയ്ക്കാണ് മധ്യപ്രദേശിൽ. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ നോക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. 2019 51% BJPയുടെ വോട്ട് ഷെയർ, കോൺഗ്രസിൻ്റെ 41% വോട്ട് ഷെയറിംഗ് പാറ്റേൺ അത്രയാണ്. അപ്പോൾ തന്നെ 11% വ്യത്യാസമാണ് അവിടെ വോട്ടിംഗ് ഷെയറിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവിടെയും മാക്സിമം 1 സീറ്റ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പം 2 സീറ്റ് മാക്സിമം, രണ്ടിടത്ത് കൂടെ.